ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മിഞ്ചു മിങ്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പോൾ മക്കളെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. ആ വ്ളോഗും പരിപാടിയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി 2 വട്ടം പോയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് വ്ളോഗ് ഉണ്ടാവും. വണ്ടിയിലല്ലേ, ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, സോ അതിങ്ങനെ അവിടെ വെക്ക്. യെസ്, ഗുഡ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പോവാണ്. നിങ്ങൾക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാത്ത കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഫിദുവിന് അറിയാത്ത ആൾക്കാരുണ്ട്, ഫിദുവിന് അറിയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എങ്ങനെ എല്ലാവരും അറിയാം ഫിദു? എങ്ങനെ? എനിക്ക് ലിയോണാർഡോ ഡികാപ്രിയോനെ അറിയോ? ആരാ? എന്താണ് ആളുടെ പ്രൊഫഷൻ? എന്താണ് ആളുടെ പ്രൊഫഷൻ? കൊങ്ങ പൊട്ടിച്ച് വെയിലെത്തിട്ട് ചെലക്കണേ. എനിക്കറിയില്ല. എനിക്കറിയാത്ത കുറെ ആൾക്കാരുണ്ട് ലോകത്ത്. എനിക്ക് ഇനി അറിയില്ലായിരുന്നു. അല്ല, പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമ്മളെ ഇതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ ആ വ്ളോഗ് എടുത്തിരുന്നോ ഷമീം ഖാന്റെ അവിടെ? യെസ്, മെഹറൂഫിന്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ സർപ്രൈസ് കൊടുത്തല്ലോന്. അത് നമ്മളെ ഷമീം ഖാന്റെ റെസ്റ്റോറൻറ്റിലായിരുന്നു, 7th ലോഞ്ചിൽ. വേറെ ഉള്ളിക്ക് എല്ലാം നോമ്പ് പറഞ്ഞിട്ടിരിക്കുക, എല്ലാവർക്കും മനസ്സിലായിക്കോളും. ഓക്കെ, സോ ഷമീം ഖാന്റെ 7th ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ആയിരുന്നു നമ്മളത് അങ്ങനെ ഒരു സർപ്രൈസ് ഏർപ്പാടാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് ഷമീം ഖാ എന്നെയും ആംബ്രോനെയും കുറെ ആൾക്കാരെ വിളിച്ചു. നിങ്ങൾക്ക് അറിയണ കുറെ ആൾക്കാരെ വിളിച്ചു, നിങ്ങൾക്ക് അറിയാത്ത കുറെ ആൾക്കാരെ വിളിച്ചു. അതെ, കൂടെ പോവ്. ഞാൻ എവിടെ റാമേട്ടാനാണോ വെറും, പക്ഷെ ഞാൻ എവിടെ പോയാലും എൻ്റെ ഫിദുവിന്റെ കൂടെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. തെളിവ്. പിന്നെ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, മനസ്സിലായോ? പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, എനിക്ക് എന്റെ ബാച്ചിലേഴ്സ് ലൈഫ് മിസ് ചെയ്യുന്നില്ല. ഇല്ല, കാരണം എന്താണ്? കാരണം എന്റെ ബാച്ചിലർ ലൈഫിലും മാരീഡ് ലൈഫിലും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ബാച്ചിലർ ലൈഫിൽ ചെയ്യാൻ പറ്റിയിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാനാണെങ്കിലും എപ്പോഴും ഫിദു അങ്ങനെ വാശി പിടിക്കുന്നില്ല. കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഓൾക്കറിയാം കൊണ്ടുപോകേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഓൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും ആക്ച്വലി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ കൊണ്ടുപോകാൻ. 2 ദിവസം കഴിഞ്ഞാൽ എന്തേലും ഉണ്ടാവും പരിപാടി, അതിന് വേണ്ടിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ചെക്കന്മാരായിട്ട് കൊടൈക്കനാല് പോകണേന്റെ അതിന് മുന്നേ ഇന്ന ട്രിപ്പ് ഉണ്ടാവണം എവിടേക്കാലും. അതൊക്കെ അതിനിപ്പോ കഴിഞ്ഞ് വന്നിട്ടാണ് എനിക്ക് ഓലെ കൂടെ പോയി കഴിഞ്ഞാലാണ് എന്തൊക്കെ ബെറ്റർ ആക്കിയിട്ട് എനിക്ക് തരാൻ പറ്റുന്ന മനസ്സിലാവുള്ളൂ. അല്ല, ഒരു മിനിറ്റ് വ്ളോഗ് ഓഫ് ആക്കിട്ട് എല്ലാവരും. അപ്പൊ ഇനി അതല്ലെങ്കിൽ പോലും ആദ്യം ചിലപ്പോ ഫിദുവിന്റെ ഒപ്പം പോവാം, എന്നിട്ട് ഓലപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് മലമ്പുഴയൊക്കെ പോവാം. മലമ്പുഴ ഡാം. ഓക്കെ, എന്നാ വേണ്ട, എന്നാ നമുക്ക് കവ പോവാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാം. ചെക്കന്മാരപ്പോ ഈ കൊടൈക്കനാലേക്ക് അടുക്കുമ്പോഴേക്കൊക്കെ പോകുന്നത്. എന്റെ കൂടെയാണ് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. മലമ്പുഴ, ആതിരപ്പള്ളി, പിന്നെ വെള്ളിയാങ്കല്ല്, അങ്ങനത്തെ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭാര്യമാരായിട്ട് പോകണ ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഏറ്റവും വലിയ ചടങ്ങ് എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ കണ്ടില്ല ഇവിടെ നല്ല അടിപൊളി ഡ്രസ്സിലും ഞാൻ കണ്ടില്ല, ഊള ഡ്രസ്സില്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പോണതിന്റെ ഇടയ്ക്ക് ചെറിയൊരു സ്ഥലത്ത് കയറാനുണ്ട്. അതായത് പെരുന്നാള് അടുക്കുമ്പോൾ ലോകത്ത് ഏറ്റവും തിരക്കുണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. ലോകത്ത് വെച്ചിട്ട്, നമ്മളെ നാട്ടിൽ നിന്നല്ല, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും തിരക്കുണ്ടാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മൾ കാണാൻ പോണ ആള്. ആരാണ് എന്താണെന്നുള്ളത് ഞാൻ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അവിടെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് നേരെ, ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ അവിടുന്ന് നേരെ ആംബ്രോനെയും കൂട്ടിയിട്ട് ഒരു വീട്ടിൽ
മാതിരി വിടലാണത് നിങ്ങൾ ചോദിക്കും. അത്ര അടിപൊളി വിടലായിരിക്കും നമ്മൾ വിടുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആംബ്രോനെയും കൂട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ആംബ്രോ നമ്മളെ വ്ളോഗിൽ വരികയാണ്. ഇത് എക്സൈറ്റഡ് ആണോ? അല്ല, കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നോ? പക്ഷേ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. അത് ഇട്ടിട്ടല്ലേ ഇതിട്ടുള്ളൂ? അല്ല, ഇത് ആദ്യം ഇടും, എന്നിട്ട് നമ്മൾ വന്നു അറിയട്ടെ. അല്ല, ഇത് എക്സൈറ്റഡ് ആണോ ആംബ്രോ വ്ളോഗിലുണ്ടെന്ന് പറയുമ്പോ? എന്നാ എക്സൈറ്റ്മെന്റ് ഒന്ന് കാണിക്കൂ. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അപ്പോ ആ പഴയ മിഞ്ചപ്പനെയും ആ പഴയ ആംബ്രോനെയും ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ആ വ്ളോഗ്സ് കണ്ടിട്ടാണ് പലരും നിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഈ ജന്നെ അങ്ങനെ തന്നെയാണ് വ്ളോഗിന്റെ ഫാൻ. ഓക്കെ. ഓ, നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞിട്ടില്ലല്ലേ? അത് നിങ്ങൾ അറിയും. ലവ് സ്റ്റോറി എന്താണ് നിങ്ങൾ അറിയും. അതെ, അതിനുള്ള സമയം ആവുമ്പോ നമ്മളത് വെളിപ്പെടുത്തും. ഒരു 1.5 വെളിപ്പെടുത്തല്. ഇനിയിപ്പോ എന്തായാലും പേടിക്കല്ലോ, കാരണം അവളെ കഴുത്ത് കിടക്കണ എന്റെ മഹറല്ലേ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫിദു ആയിരിക്കും ഇന്നത്തെ ക്യാമറമാൻ കേട്ടോ. അത് പറയാൻ മറന്നു. പിന്നെ കൂടുതലും ഫിദു തന്നെ ആയിരിക്കും ക്യാമറമാൻ. കാരണം എനിക്ക് സംസാരിക്കണം. ഇതെന്തായാലും ഒന്നും ഉണ്ടല്ലോ. ഇല്ലേ വ്ളോഗിലില്ലേ? ഇല്ല. ഓക്കെ, എന്നാ ശരി ഗായ്സ്. ഫിദുവിനെ വീട്ടിൽ തിരിച്ചാക്കിയിട്ട് നമ്മൾ 2 നായ്ക്കള്, ഒറിജിനൽ നായ്ക്കൾ കേട്ടോ, ഫിദു അല്ല ഒറിജിനൽ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഫിദു ക്യാമറ കണ്ണുള്ളിലൂടെ ഒപ്പി എടുക്കുന്നതാണ്. നമ്മള് വൈക്കൽ നിന്നും നമ്മുടെ സ്വന്തം ബിൻസിൽ, കടവത്ത് ബിൻസിൽ നമുക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അതിഥിയായി പോയി. ബിൻസിൽ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇതിന്റെ ഇടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ലൈഫില്? എന്നാലും വലിയ എന്തൊരു കാര്യം ഒന്നുമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിൻസിന്റെ കല്യാണം കഴിഞ്ഞു. ബിൻസിന്റെ കല്യാണത്തിന്റെ അടുത്ത് കഴിഞ്ഞു. ഞാൻ പെട്ടതിന്റെ പിന്നാലെ തന്നെ ഓനും പെട്ടു. വളരെയധികം സന്തോഷം നൽകുന്നൊരു ഇതാണ്. ബാക്കിന്ന് ഫിദു എന്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഗൈസ്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇന്നലെ നവാസ് ഉണ്ടായിരുന്നു, പള്ളത്തെ നവാസ്, ഇത് കടവത്തെ ബെൻഷില്ലേ. അതുപോലെ ഇനിയിപ്പതാ മെയിലല്ലേ ഉനീസിന്റെ കല്യാണം? ജൂൺ 1. അപ്പൊ ഉനീസിന്റെ പരിപാടിക്ക് ഒരു വിധമുള്ള നമ്മളെ കൂടെ ഉള്ള എല്ലാവരും വരുന്നുണ്ട്. മുബാറക്ക് ഉണ്ടാവും. എവിടെ മന്ന മന്ന കടയിലാണ്, മുബാറക്ക് കടയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പഴയ ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെ കാണിച്ച് തരും ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ പെരുന്നാൾ സമയത്തേക്ക് ലോകത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള ആൾക്കാരിൽ പെട്ട ഒരാളെ കാണാൻ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സാലിയാണ്. ഈ ഞങ്ങളുടെ ചെർപ്പശ്ശേരി എന്ന് പറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിൽ ഏതൊരു വ്യക്തിയുടെ തലയിലേക്ക്, അല്ല വലിയൊരു ടൗണിൽ ഏതൊരു വ്യക്തിയുടെ തലയിലേക്ക് നോക്കിയാലും സാലിയുടെ പണി ഉണ്ടാവും, കൈപ്പണി ഉണ്ടാവും, കൊത്തുപണി ഉണ്ടാവും. അതെ, അപ്പോ ആ മഹത് വ്യക്തിയെ ഇങ്ങനെ കിട്ടും ഞാൻ വിചാരിച്ചല്ല ഒരിക്കലും. കാരണം ഒരുപാട് പേര് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്തിലും ഈ പറഞ്ഞ വില്ലേജിലൊക്കെ ഉള്ള ആൾക്കാരെക്കാളും നമ്മുടെ നാട്ടിൽ ഈ ഒരു സമയമാകുമ്പോൾ തിരക്കുള്ള രണ്ട് വ്യക്തികൾ ഉണ്ടാവുള്ളൂ. ഒന്ന് ടൈലർ കടക്കാര്, അതെ കബീർ, ഇവിടുത്തെ ആണെങ്കിൽ കബീർ സ്കിൻ ഫിറ്റത്തെ. പിന്നെ മറ്റാരുമല്ല സാലി പോയിട്ടുണ്ട്. പക്ഷെ നമ്മള് പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സാലി എത്രയും പെട്ടെന്ന് ഇരുത്താന്ന് പറഞ്ഞുകൊണ്ട് വേമ്പാ. ഓക്കെ, എവിടെ ഇജ്ജ് ഇങ്ങോട്ട് വരുന്നുണ്ടോ? സാലിന്റെ അവിടേക്ക് കുറച്ച് പേരാണ് കാത്തൊക്കെ ഇവിടെ. ഇപ്പൊ പുറത്തുണ്ട്, ഞങ്ങളിപ്പോ കേറും എല്ലാരും പാടെ. വായോ, സർപ്രൈസ് ആണ്. ഞാൻ ഇപ്പതാ ഫോർമൽസിന്റെ ഫ്രണ്ടിലുണ്ട്. സാലിന്റെ അടേക്ക്. ഓക്കെ ഇതായിരുന്നു. നിങ്ങളാ സ്ഥലം കാണാൻ പോവാണ്. അതായത് നമ്മളെ കൂട്ടത്തിൽ ഞാൻ, മുബാറക്ക്, ആംബ്രോ, ഒരുവിധമുള്ള എല്ലാവരുടെയും ഹെയർ സ്റ്റൈലിസ്റ്റാണ് ഈ പോണത്. അപ്പോൾ വേറെ ആര് വെട്ടിയാലും അല്ലെങ്കിൽ വൃത്തിയാക്കി തന്നാലും ഒരു തൃപ്തി ഇല്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ കാത്ത് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മൾ ഷാവുൽ ആംബ്രോനെ അപ്പം നമുക്ക് ഇന്ന് കാണാം. ഞാൻ വന്നില്ല, ക്യാമറ വരില്ല. യെസ്, ഇപ്പൊ കാണുന്നുണ്ടാവില്ല, ലൈറ്റ് ഇല്ലല്ലോ. കാണുന്നുണ്ട്.
ഗൈസ് നമ്മള് നമ്മളെല്ലാരും കാത്തു നിന്ന ആ വ്യക്തിയാണ്. ആംബ്രോ എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാനിവിടെ ഉണ്ടായിരുന്നു ഗൈസ്. എന്താണ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു? ലൈഫില് സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞാ ബ്രോ? ഇല്ല, അതല്ല, ഞാൻ പറയട്ടെ. ആ പഴയ ആംബ്രോനെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ ഞാൻ അങ്ങോട്ടിരിക്കാം. ഓക്കെ, ഇതെന്താ മറ്റേ ഇന്റർവ്യൂ? ഒരുപാട് തിരക്കുകളും ഒരുപാട് കോളുകളും വരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ. സാബു പറ. ഇല്ല, ഞാൻ ഇപ്പഴാണ് ഇറങ്ങിയുള്ളൂ അവിടുന്ന്. ഇപ്പഴ് പോകുന്നല്ലോ അവിടുന്ന്. ഇജ്ജ വീഡിയോ കണ്ടോ? ആ ചെക്കൻ കടയത്തെ ഫോണിലുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഒന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, പറയൂ, എന്താണ് ലൈഫിലെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ലൈഫിലെ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, സത്യം പറഞ്ഞാൽ പഴയ ആംബ്രോനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഇത് കാണുന്നവർക്ക് ഫിദുവിന് മിസ് ചെയ്യണ്ടോ? അതിന് ഫിദുവിന് പഴയ ആംബ്രോനെ അറിയില്ലല്ലോ അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഷർട്ടല്ലേ ബ്രോ? ഇത് ഞാൻ തിരുമ്പി ഇന്നലെ വേറിട്ടു, ഇന്ന് ഇതിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്താണ്? അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അത് ഓർക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളാണോ അല്ലാത്തതാണോ? ഓർക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇല്ലാത്ത കാര്യം നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഒഴിവാക്കി നമ്മൾ. ഓക്കെ, ഇപ്പൊ കറന്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് ജോയിൻ ചെയ്തു. അൽഹംദുലില്ലാ. നമ്മളെ ആംബ്രോ ആൻഡ് കോ എന്ന് പറഞ്ഞ ഷോപ്പ് ആക്ച്വലി ഫ്രണ്ടിന്റെ ഷോപ്പ് ഞാൻ ലീസിന് എടുത്ത് നടത്തിയിരുന്നു. അപ്പൊ ഞാനത് അതൊരു വൈക്ക് എത്തിച്ചപ്പോ തിരിച്ചു കൊടുത്തു. അതിനുശേഷം മാമന്മാരെ ഷോപ്പിൽ അവിടെ മാർക്കറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എനിക്കൊരു ജോബ് കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. എന്ത് കമ്പനിയാണ്? ആക്ച്വലി W+ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കമ്പനിക്ക് 2 പ്രൊജക്റ്റാണ് ഉള്ളത്. ഒന്നൊരു മൊബൈൽ സോഫ്റ്റ്വെയർ ആണ്, സെക്കൻഡ് വൺ വരുന്നത് ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഷുഗർ ഫ്രീ പോലെ ഒരു സ്വീറ്റ്നർ, നമുക്ക് പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട്. യെസ്, സ്റ്റീവിയ എന്ന് പറയും, മധുര തുളസി. അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആംബ്രോക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്വീറ്റ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഡയബറ്റിക് ഉള്ള ആളുകൾക്കും അതുപോലെ സ്ത്രീകളിൽ PCOD PCOS കേസുകളുള്ള സ്ത്രീകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ, ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവരെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ആംബ്രോ ഇത്ര ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് നമ്മളെ പഴയ ലെവലിൽ അതാ നല്ലത്. എന്തെങ്കിലും വർത്താനം എവിടെയാണ്? ഞങ്ങളെവിടെയായിരുന്നു? എന്താണ് നിങ്ങളെവിടെയാണ്? ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളെവിടെ? എന്താ കുറെ കാലമാണ് വ്ളോഗിലൊക്കെ വന്നിട്ട് ഭയങ്കര. ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഒരു വീഡിയോ ഇപ്പൊ വരിയിരിക്കും അല്ലേ? ഇട്ടാലോ പെരുന്നാളൊക്കെ എങ്ങനെ വന്നാലും. പക്ഷെ ഗൈസ്, ഒരു സന്തോഷ വാർത്ത, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്തായാലും ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങും. എല്ലാവരും പറ്റിക്കണ പോലെ ഗൈസ്, ഞാൻ തുടങ്ങും എന്നല്ല, ഞാൻ തുടങ്ങി. അല്ല, അതൊരു സംഭവം. കാരണം ഈ തിരക്കിലും ഈ ഇത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. കുറച്ച് കുഞ്ഞു ഫാൻസ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഹായ്. അപ്പോ ഞങ്ങളിങ്ങനെ പല കടവ് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് അത്യാവശ്യം കുറേ ആൾക്കാർ കാണാനുണ്ടാവും. അപ്പോൾ നമ്മളെ തിരക്കുള്ള മഹത് വ്യക്തി എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സന്നിധിയിലേക്ക് ഞാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഫിദും ആംബ്രോയും കൂടെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കുന്നതാണ്. ആംബ്രോ, ഇന്നത്തെ വ്ളോഗിൽ നീ ആക്റ്റീവ് ആവണം. ഇല്ലെങ്കിൽ ആക്സസ്, ഇല്ലെങ്കിൽ പോയി മുടിയിട്ട് ആ ചെറുക്കനവിടെ തിരക്കുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ഫിദുവിന് എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? അടിപൊളിയായിരുന്നു. ഓക്കെ, പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഓക്കെ, റാഹത്തായില്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെ. പിന്നെ എന്താണ് ഇനി നിങ്ങളുടെ പുതിയ അപ്ഡേറ്റ്? എന്താണ് നിങ്ങളെ അപ്ഡേറ്റ്? ഒന്നുമില്ല, ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു. സീരിയസ്ലി? മാഷാഅല്ലാഹ്. വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട് കയ്യിലിട്ട് അലക്കാൻ പഠിച്ചു. എന്നാ ഞാൻ എൻ്റെ പോലെ ഒരു ഭാര്യ, എൻ്റെ പോലെ വേണ്ട, കുറച്ചുകൂടി സാലിഹത്തായ ഇൽമുള്ള
എൻ്റെ പോലെ അങ്ങനല്ല, അപ്പൊ ഒരു വിചാരിക്കും ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടാണ്. അങ്ങനെ ആരും കരുതൂല. ശ്രീധരുടെ പോലെ ഒരു സാലിഹത്തായ ഒരു ഭാര്യ ഇനി എന്നാണോ എന്റെ ലൈഫൊക്കെ വരുന്നത്. ഈ വ്ളോഗ് കാണുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതില് വീരാൻകുട്ടി കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ രാമൻകുട്ടി കാണുന്നുണ്ടാവും, അല്ലാതെ ഒരു കുട്ടി കാണില്ല. കൺസെപ്റ്റ് എന്തൊക്കെയാ ചിലപ്പോ കൺസെപ്റ്റ് അങ്ങനെയൊന്നും ഇല്ലടാ. അല്ല, എല്ലാ മനുഷ്യർക്കും അല്ല എണ്ണനെ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ എണ്ണ അങ്ങോട്ട് വരും. എന്നാലും ഇപ്പൊ അനക്ക് കൺസെപ്റ്റിലുള്ള ഒരാളെയാണോ കിട്ടി? എന്റെ കൺസെപ്റ്റ് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അതന്നെ എല്ലാരും പ്രശ്നം. കൺസെപ്റ്റ് ഉള്ള ആരെയും കിട്ടിട്ടില്ല. അല്ല, കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഓന്റെ ഒരു കൺസെപ്റ്റ് ശരിയായി. അതെ, ഓൻ എന്നോട് എപ്പോഴും പറഞ്ഞു കുറച്ച് ബുദ്ധി ഇല്ലാത്ത കുട്ടിനെയാണ് എപ്പോഴും ഇങ്ങനെ കല്യാണം കഴിക്കണം നിൽക്കാവുന്നത്. അതുപോലെ തന്നെ കിട്ടി. അതെ, മൂക്കുത്തിയിട്ട് ബുദ്ധി ഇല്ലാത്തൊരു കുട്ടി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. നമ്മളിങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ കാണുമ്പോ എന്തൊക്കെയാ പറയണ്ടെന്ന് തന്നെ അറിയണില്ല അല്ലേ? അതെ, കൊറേ കാലത്തിന് ശേഷം ഞാൻ 2 ദിവസം മുന്നേ കണ്ടില്ലേ? അല്ല, അങ്ങനല്ല, നമ്മള് കൊറേ കാലത്തിന് ശേഷം അല്ലേ 2 ദിവസം മുന്നേ കണ്ടത്. നമ്മള് പെരുന്നാളൊക്കെ ഓ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വലിയൊരു കിഡിലം പരിപാടി നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പെരുന്നാളുകൊണ്ട് നമ്മൾ വലിയൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകണം. പറഞ്ഞോ? അതെന്ത് പരിപാടി പറഞ്ഞിട്ടില്ലല്ലോ. യെസ്, ഞാനും വർക്ക് കഴിഞ്ഞ് വരികയാണ്. എൻ്റെ ക്യാമറയും ബാക്കി ടൂൾസൊക്കെ ഇതിലുണ്ട്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് പെരുന്നാൾക്ക് പോവാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. എന്താണ് പറയാനുള്ളത്? എല്ലാരും ഊക്കുന്ന പോലെ പൊക്കി പറഞ്ഞു ഊക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ സാലി എന്താണെന്നുള്ളത് ബിഫോർ കണ്ടോ? ഇതാണ് ബിഫോർ. ഓക്കെ, conquer the world with love. Love the bass. Yahiyo samavatu burakileri. This is after guys. ഇന്ന് എല്ലാവരും എന്നെ നോക്കും. I'm damn sure about it. എന്താ ക്യാഷ് എടുത്തേക്കണതിൻ്റെ തിരക്കിലാണ്. ഛത്രപത്ര കുത്രപത്ര സാ ഇത് നല്ലൊരു ക്യാമറമാൻ കേട്ടോ. ഫിദു ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഗൈസ്, ഇസ്മായിൽ മിസ്റ്റർ പാട്ടഹോളിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വൈക്കുന്ന ഓണം മീറ്റ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് അവിടുന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, കാണാം. ഓക്കെ, ബൈ. അല്ല, പെട്ടെന്ന് അപ്പോൾ നമ്മളിവിടെ എത്തി. ഞാൻ മിന്നാജ് വന്ന് പ്രമാണിച്ച് ഞാൻ പട്ടി ഷോന്റെ ടീഷർട്ട് എടുക്കണം. ഗായ്സ്, അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഷമീം ഖാന്റെ ഷോപ്പിലേക്ക് നമ്മളെത്തി. മക്കളെ, എന്റെ കുട്ടിനെ കണ്ടിട്ട് എത്ര കാലം അറിയോ? നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പാട്ടിലൂടെ മറുപടി വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പാട്ടിലൂടെ എനിക്കൊന്ന് നോമ്പെടുത്ത് നല്ല ക്ഷീണമുണ്ടേ, പാട്ടൊന്നും വരുന്നില്ല. എത്ര തറാവി കഴിഞ്ഞ് നേരെ വരികയാണ്. ഇതിന്റെ ആഷിഖ് ബാനായത്തെ കേരളം മൊത്തം അംഗീകരിച്ച ഒരു കലാകാരനാണത്. ആഷിഖ് ബാന എന്ന നമ്മുടെ സ്വന്തം അഖിലിന്റെ ഒരു കേവലം ഒരു റീലിലൂടെ ഇത്രയും ആൾക്കാർ ഹൃദയങ്ങളിലേക്ക് മുദ്ര കുത്തി ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന്. അതെ അതെ, ഒരാളാണിത്. നിങ്ങൾ ആ റീല് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. ആഷിഖ് ബാനായ ആഷിഖ് ബാനായ 27 എത്ര നോമ്പ് കിട്ടിന്ന്? ഓക്കെ, കറക്റ്റ്. ആന്ത്രോക്കിന്ന് എത്ര നോമ്പ് കിട്ടി? 5 നോമ്പേ നോറ്റിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് 3 നോമ്പ് ആദ്യം കണ്ടു. 3 നോമ്പ് കിട്ടിയിട്ടുള്ളൂ.
4 നോമ്പ് കിട്ടിയിട്ടുള്ളൂ. 4 നോമ്പ് വിട്ടിട്ടുള്ളൂ. ആ 4 നോമ്പ് വിടാനുള്ള മാസം മുറി അത് 7 അല്ലേ? ഫസ്റ്റത്തെ ദിവസം ഇവന്റെ കൂടെ പോയി. ഞാൻ ഷൂട്ടിംഗ് അത് ഒരു മിനിറ്റ് കണ്ണൂര് നോമ്പെടുത്ത് എന്നെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ച് എന്റെ ആദ്യത്തെ 10 സിനിമ ഷൂട്ടിംഗ് കിട്ടി സ്വർഗത്തിൽ നേരെ. പള്ളി പോയി തൗബ ചെയ്തിട്ട് ഏതാ ഈ തൗബ? പള്ളി പോയിട്ട് അതെ, ഇനി ഒരുപാട് പേര് നമ്മൾ കാണാനുണ്ട്. അപ്പോ ഇവരെ ആദ്യം കണ്ടതുകൊണ്ട് നമ്മൾ ദിവസം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. ഇത് നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഈ പൊട്ടന്മാരപ്പം മട്ടമന്തി കഴിക്കാം. ബാക്കിയുള്ളവരെ കാണാം നമുക്ക്. നമ്മള് സംസാരിച്ചിട്ടുണ്ട് 27 രാവിലെ തന്നെ ഇത്രയും മഹനീയമായ ഒരു വേദി ഒരുക്കി തന്ന ഇത്രയും നല്ലൊരു സഭ ഒരുക്കി തന്ന ജമീൻകാർക്ക് കുറച്ച് ദീർഘായുസ്സും ആഫിയത്തും സൗഖ്യത്തും നൽകുമാറാകട്ടെ. ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പൊ വരുന്നത് എവിടുന്നാന്നറിയോ? ബ്യൂട്ടി പാർലർ. അപ്പോ ആസ് യൂഷ്വൽ ഐ ടെൽ എവറി ടൈം വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട്സ് ആണ് പെരിന്തൽമണ്ണയിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണോണ്ട് അങ്ങനെയല്ലല്ലോ കാർന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ അല്ലേ. ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ജെന്യൂൻ ആയിട്ട് റിപ്ലൈ കൊടുക്കുന്ന ഒരാളല്ലേ ഞാൻ. അത് ഞാൻ തന്നെ ഉള്ളൂ. പോരെങ്കിൽ പോരാന്ന് തന്നെ പറയും. കാരണം അതിന് ബില്ല് വെച്ച് ഞാൻ പോരാന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ ഞാൻ അടിപൊളിയായിക്കണു, നിങ്ങൾ ഇതുണ്ടാക്കി തരണം എന്നും പറയും. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. മഹനീയ ഈ വേദിയിൽ മഹനീയമായ ഒരു വ്യക്തിത്വം ഇവിടെ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, നിരവധി വേദികളിൽ പരിപാടി കാണാൻ പോയ അൽഹംദുലില്ലാ. നോമ്പൊക്കെ എങ്ങനെ പോയി? ഷൈനല്ലേ? ഇന്ന് എത്ര കിട്ടി? ഓക്കെ, സെറ്റ്. അപ്പം കൊണ്ടുപോയി ഫ്രീ എൻട്രി. ഒന്ന് അങ്ങോട്ട് തിരിക്കൂ. ഇതാണ് ഞങ്ങളുടെ ഓൾഡ് മാംഗോ പിക്കേഴ്സ്. ആരും ഉണ്ടാവില്ല. കുറച്ച് മുന്നേ ഞാൻ അച്ചാറിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ അച്ചാർ മറ്റാരുമല്ല, മുബിത്ത സ്വന്തം കൈകൊണ്ട് സ്വന്തം പാത്രത്തിൽ. ശരി, ബൈ. വ്ളോഗ് നിർത്തിയാണ്. മുബിത്ത എങ്ങനെ പോകണം? ഓക്കെ, ബൈ. ഇത് നമ്മളെ ലേഡീസ് പ്ലാന്റിന്റെ മെയിൻ ഡിസൈനർ നൗഷാദ്. അതെ, എന്താണ് പറയുന്നത്? അത് മാത്രമല്ല, അതിലുപരി മൂപ്പര് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് മുബിത്താന്റെ ഹസ്ബൻഡ് ആണെന്നാണ്. ഇന്ന് തറവേണ്ട 20 മാത്രമാണ്. അതെ, 26-ആയിട്ട് എന്താണ് പഠിച്ചോന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ബിരിയാണി പൊട്ടിക്കുന്നുണ്ടല്ലോ. ആ, പഠിച്ചോന് വേണ്ടി ഒരു ബിരിയാണി പൊട്ടിച്ചു. എന്താണ് പറയാനുള്ളത് നോമ്പായിട്ട്? എല്ലാരും ഈ സാധനം കണ്ടല്ലോ. എത്ര നോമ്പ് കിട്ടി? മലായിക്കത്ത് നടക്കുന്നു പറഞ്ഞിട്ട് തെറ്റാലാണല്ലോ വന്നത്. കഴിഞ്ഞ ഞങ്ങള് കഴിച്ചോ? ഇല്ല, ഇച്ചി വെയിറ്റ് ചെയ്യണേ. അല്ല, സീരിയസ്ലി ആൾക്കാർ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഓരോന്നിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ചർച്ച വിഷയം ആവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. സുനിത വില്യംസിനോടൊപ്പം നിൽക്കാറുണ്ട് ഇടയ്ക്ക്. അല്ല അഖിലേ, എന്താണ് പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടാവും ലൈഫിലെ പുതിയ അപ്ഡേറ്റ്സ്? ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു, ബൈ. സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. സംസാരം സീരിയസ് ആണ്. എന്താണ് ലൈഫിൽ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് ആണ്? പുതുതായിട്ട് ഞാൻ സിനിമയില് അതാര സിനിമയെന്ന് അറിയോ? ആദ്യത്തെ 10 ഞാൻ മൂവിയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. അതുകൊണ്ട് എല്ലാം നോക്കിയെടുക്കാൻ പറ്റി. രണ്ടാമത്തെ 10 വേറൊരു മൂവിയുടെ ഷൂട്ടിംഗ്. അപ്പൊ അതിന്റെ റെസ്റ്റ് കാരണം അത് പോയി. അതെ. മൂന്നാമത്തെ 10 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെത്ര കിട്ടി?
ഞാൻ മൊത്തം 5 നോക്കി. പ്രത്യേക ഒരു അവാർഡ് റീച്ച് ഉണ്ടാവില്ല. ഒന്ന് റീച്ച് ആയി കാട്ടില്ല. ഒരു സമയത്ത് നല്ല റീച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നാണ്. പെണ്ണിട്ടിയപ്പോ പോയി. ക്യാമറമാനെ മതി മതി. وقولوا دب دب دبري دب 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 دبري دب دبي دب دب دبي دب دب دبي دب دب دبري. എടാ ദേവദാസ് മോനെ ദേവദാസിന്റെ ഷർട്ട് ഒക്കെ ഇട്ടാ നിങ്ങള്. ഇതിന്റെ സെയിം സാധനം എടുത്തില്ല അഖിൽദാസ്. ഇസ്മായിലിന്റെ പരിപാടി ബുക്ക് ചെയ്യണമെങ്കിൽ ഇത് കൂടെ വരുള്ളൂ. മനസ്സിലായോ? ആളെ മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട. അതാ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ്. ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി മിസ്റ്റർ മുഫീദ് മുൻഡ്രോട്ട്. മുഫീദ് ഒരു ഹായ് കൊടുക്ക്. മുഫീദ് അങ്ങനെയാണ്. ചിലർ പറയാറുണ്ട് ദുൽഖറിന്റെ സൗണ്ട് ആണ്. ഒന്ന് ഉപ്പുപ്പാന്ന് വിളിക്കോ? ഉപ്പുപ്പ കണ്ടോ? അല്ലേ ദുൽഖറിന്റെ സൗണ്ട് ഇല്ലേ? വരില്ല എന്റെ ചൂണ്ട് വരില്ല. ഇല്ല സീനൊന്നുമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു റീലിട്ടിരുന്നു ഫുൾ മട്ടന്റെ. അത് ആരും വിളിക്കാണ്ട് സ്വന്തം തന്നെ ചെയ്തിട്ട് ഇവിടെ കുറച്ച് പേര് ഗസ്റ്റ് വന്ന സമയത്ത് സ്പെഷ്യൽ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് സ്ഥിരാക്കിക്കൂടെ വെച്ചു. അങ്ങനെ ആ സ്ഥിരാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഞാൻ ഇന്ന് വിളിക്കാൻ കാരണം. നിങ്ങളത് കഴിച്ചിട്ട് ഇത് സ്ഥിരമാക്കണോ വേണ്ടി നിങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ അവിടെ പെരുന്നാളിന്റെ ബക്കറ്റ് ബിരിയാണി ഉണ്ട്. അതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ള അറിയിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പൊ ഈ 2 സാധനം ഇപ്പൊ മട്ടൺ ഫുൾ മട്ടണിൽ കൂടെ വരും. ഫുൾ മട്ടൺ മന്തി അതേപോലെ തന്നെ ബക്കറ്റ് ബിരിയാണി. ഈ 2 സാധനം ഞാൻ എടുക്കാൻ പോട്ടെ. പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആക്രാന്തം പാടില്ല പറഞ്ഞു മൂപ്പര്. അപ്പോ നമ്മളിന്ന് ഒരു ഫുൾ ആടിനെയാണ് ഒരിക്കൽ മന്തിയാണ്. മന്തി കുത്തിയതാ. മാറ്റിക്കാരാണ് കേട്ടോ. ആംബ്രോ സമാധാനിപ്പിക്കില്ലേ? മോനെ വയലേ കിട്ടൂലേ? എന്താ തന്റെ ഫോണ? അല്ലല്ല അത് ശരി വിചാരിച്ചു. പക്ഷെ നല്ല വ്ളോഗാണ്. ബേസിക്കലി അടിപൊളിയാണ്. ആംബ്രോ നീന്തിട്ട് പള്ളിയിൽ അല്ലേ ഇതേ അനുവിനോടേ മോനെ എമ്പുരാന് വെയിക്കാണ് അനുവിനോടേ. വെട്ടി വെട്ടിട്ട് പോണേ ആന എന്തായാലും മേലെടുത്തമാരത്തെ നല്ലത്. അത് എത്തിക്കഴിഞ്ഞു.
യഹിയോ സമവാക്തു ഉറക്കിലേറിയേ ഏറ്റം ശരഫോടെ പാടിയേ സ്മെല ഒരു ആടിന്റെ സൗണ്ട് ആംബ്രോ അതേതാ ആട്? ആംബ്രോ എന്താ ഒന്ന് ഉഷാറാവേ ഉണ്ട് സർ. ശരിക്കും എംബ്രാന്റെ ബീജം വഴിയാണോ പാടിക്കണം? ആ എംബ്രാനുള്ള വില്ലയാണോ? ആണോ പറയും. ഞാൻ കണ്ടില്ല. ഡയറ്റഹോളിക് പട്ടാമ്പി വന്ന് ഓർമ്മ ഉണ്ടോ? പട്ടാമ്പി വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഓർമ്മ ഉണ്ടോ? സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കാക്ക മൊത്തം തൂൾ മെഴുകിട്ടേ ഒരു ഭാഗ്യം. അതെ, അങ്ങോട്ടേക്ക് എത്തൂല. അനക്ക് വിളമ്പാനും ആടാ ഓള് പ്ലേറ്റ് നീട്ടി തന്നു. ഇനി ഞങ്ങൾക്ക് ഉണ്ടാവണ കുട്ടിനോട് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ആരെ സാലാഡ് തന്നീന്ന് ഓർമ്മ ഉണ്ടായിരിക്കും. അല്ലല്ലോ ഒരിക്കലുമില്ല, അത് പോയില്ലേ, തീർന്നു. ഫിദ ഇട്. അപ്പൊ എനിക്കിത് ബിരിയാണി തിന്നണ്ടേ? ഇന്ത്യ നോക്ക് അതിന്റെ ഔത്തർച്ചി എനിക്ക് വേണം കേട്ടോ. അതാണ് ഇറച്ചി. നെജ്ജ് ഉണ്ടോ? നെജ്ജ് ഓക്കെ. ഇല്ലടാ എനിക്ക് ഇഷ്ടമല്ല. എന്താ ഞാൻ കാണുമ്പോ തന്നെ എന്തൊരു കീറേ. എന്റെ കോലം കണ്ടുകൊണ്ട് ചെയ്യും. ഒരു ഉണ്ടച്ചിട്ടൊരു സാധനം അതൊക്കെ പെണ്ണാലുമ്പോ കാണാ. ആംബ്രോനെ ഇടക്കിടക്ക് കാണിക്കട്ടോ, ഓനക്കാണ് പെണ്ണില്ലാത്ത. ആംബ്രോ ഇവനാണ് പെണ്ണില്ലാത്ത. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പ്ലീസ്. ആ ആടിന് ഇതിലും വലിയൊരു ഗതി വരാനില്ല. ആരൊക്കെ വന്നിക്കണ് നമ്മളെ. സാധാരണ ഫുഡ് ബ്ലോഗേഴ്സ് അങ്ങനെ ചെയ്യാം. ആടുമന്തി എങ്ങനെ ഉണ്ടായിരുന്നു? ആടുമന്തി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വന്നിട്ട് ട്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂപ്പരുകൾ എപ്പോൾ വന്നാലും നമ്മൾ നല്ല ട്രീറ്റ് ചെയ്യും. ഫുഡാണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി ഫുഡ് മൂപ്പരുകൾ നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഞങ്ങൾ വരുന്നൊരു സ്പോട്ടാട്ടോ. ഞങ്ങൾ എല്ലാവരും വന്നിട്ട് കൂടുന്നൊരു സ്പോട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി കൂടാലോ. ഓക്കെ, ബിരിയാണി 27 സക്കാത്ത് ഉണ്ടെന്ന് അതിനാ നിക്കണത്. സകാത്ത് കൊടുക്കൽ നിനക്ക് നിർബന്ധമാണ്. അത് അവകാശികളായ ഞങ്ങൾക്ക് തരണം. അന മിസ്കീൻ അല്ല, തും മിസ്കീൻ, തും മിസ്കീൻ, മേ മിസ്കീൻ, ലവ്. മാറുന്നോ? അടുത്ത ഷാമോൻ.
പക്ഷെ ഇന്നാ മന്തിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത മുബിത്താന്റെ അച്ചാറാട്ടോ. സീരിയസ്ലി ആ മുന്തിരി കണ്ടപ്പോ നിങ്ങളെ മുന്തിരി ഓർമ്മ വന്നു. അപ്പൊ ഇന്നലെ ആ ജാറിൽ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അടച്ചുല്ലേ. എന്താണ് മറ്റേ മൂവി കേസാ മൂവി കേസാ ക്യാ മൂവി മറ്റേ റിവ്യൂ വയ്ക്കാൻ പോകുമ്പോ അതല്ല ഓഫ് ചെയ്തു പറഞ്ഞോ. നല്ല സീനാണ്. What is your education? My education. Plus 2. His education is graduation. Plus 2 while Gusti. English. What is your education? My education is graduation.